ദില്ലിയിൽ വെള്ളക്കെട്ടിൽ മരിച്ച എറണാകുളം സ്വദേശി നെവിൻ ഡാൽവിന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറിയിരിക്കുകയാണ്. മൃതദേഹം രാത്രിയോടെ തിരുവനന്തപുരത്ത് എത്തിക്കും. തിരുവനന്തപുരം പേയാട് പിടാരം CSI പള്ളിയിൽ നാളെയാണ് സംസ്കാരം. റാവൂസ് IAS സ്റ്റഡി സർക്കിളിന്റെ NOC റദ്ദ് ചെയ്യാൻ ദില്ലി അഗ്നിസേനാ വകുപ്പ് തീരുമാനിച്ചിരിക്കുകയാണിപ്പോൾ. ഫയർ സേഫ്റ്റി നിർദ്ദേശം ലംഘിച്ചാണ് സ്ഥാപനം പ്രവർത്തിച്ചതെന്ന് കണ്ടെത്തിയിരുന്നു. വിദ്യാർത്ഥികളുടെ മരണം പാർലമെന്റിൽ പ്രതിപക്ഷം ഉന്നയിക്കുകയും ചെയ്തു. കോച്ചിംഗ് സെന്ററുകൾ മാഫിയ പ്രവർത്തനം നടത്തുന്നുവെന്ന് KC വേണുഗോപാൽ MP ആരോപിച്ചു. വിദ്യാർത്ഥികളുടെ ക്ഷേമമാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. Day before yesterday, one very sad incident happened in a coaching center in Delhi. 3 of the students had lost a valuable their life. This coaching center, I am told by the media that this coaching center had no approved building at all. Without approved building, without any facility, this coaching centers become, some of the coaching centers become mafia, sir. Whether the government is going to take any action, any guideline on this thing, sir? പ്രതിഷേധങ്ങൾക്ക് പിന്നാലെ ഏതായാലും ഓടകളുടെ ശുചീകരണം MCD ആരംഭിച്ചിട്ടുണ്ട്. JCBകൾ ഉപയോഗിച്ചാണ് ശുചീകരണം. ആദിൽ പാലോട് ദില്ലിയിൽ നിന്ന് ചേരുന്ന വിവരങ്ങളുമായി. ആദിൽ, ഇപ്പോൾ അടിയന്തര നടപടികൾ സ്വീകരിക്കുന്നുണ്ട് ദില്ലി മുനിസിപ്പൽ കോർപ്പറേഷൻ. പക്ഷേ 3 ജീവനുകളാണ് പൊലിഞ്ഞത്. ഇപ്പോൾ KC വേണുഗോപാൽ പറഞ്ഞതുപോലെ ഒരു മാഫിയ സംഘമായി മാറിയിരിക്കുകയാണ് IAS കോച്ചിംഗ് സെന്ററുകൾ. ഫയർഫോഴ്സ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്, അനുമതിയില്ലാത്തിടത്താണ്, ബേസ്മെന്റിലാണ് ഈ ലൈബ്രറി പ്രവർത്തിച്ചിരുന്നത്. ശക്തമായ നടപടികൾ എടുക്കുന്നു. ഗുരുതര നിയമലംഘനത്തിലേക്ക് തന്നെയാണ് ഈ സംഭവം വിരൽ ചൂണ്ടുന്നതല്ലേ? എന്തൊക്കെ നടപടികളായിരിക്കും ഇനി സ്വീകരിക്കുക? കേന്ദ്ര ഇടപെടൽ പ്രതീക്ഷിക്കാമോ? പ്രധാനമായും സ്ഥാപനത്തിന്റെ NOC റദ്ദു ചെയ്യാനുള്ള തീരുമാനവുമായി സംസ്ഥാനത്തെ ഡൽഹിയിലെ ഫയർഫോഴ്സ് അഗ്നിരക്ഷാ സേന വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ വരുന്ന ഇക്കാര്യത്തിലെ അപ്ഡേറ്റ്. അത് സംബന്ധിച്ചുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ഒപ്പം ഡ്രൈനേജ് സംവിധാനത്തിൽ പ്രശ്നമുണ്ടത് എന്നത് കൃത്യമാണ്. അതുകൊണ്ട് തന്നെ ഡ്രൈനേജ് ബുൾഡോസർ ഉപയോഗിച്ചുകൊണ്ട് വൃത്തിയാക്കുന്ന നടപടികളും ഇതിനോടകം തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഒപ്പം കേസന്വേഷണം പുരോഗമിക്കുന്നു. കേസന്വേഷണത്തിന്റെ ഭാഗമായി ദില്ലി മുനിസിപ്പൽ കോർപ്പറേഷനോട് ചില വിവരങ്ങൾ ദില്ലി പോലീസ് തേടിയിട്ടുണ്ട് എന്നാണ് അവസാനം ലഭിച്ച വിവരം. 5 പേരെ കൂടി ഇന്ന് ഈ സംഭവത്തെ തുടർന്ന് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എന്ന് ദില്ലി പോലീസ് തന്നെ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ റാവൂസ് IAS സ്റ്റഡി സർക്കിളിന്റെ ഉടമ, കോർഡിനേറ്റർ ഉൾപ്പെടെ 7 പേരാണ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. 2 പേരെ അറസ്റ്റ് ചെയ്തിട്ടുള്ള വിവരവും വന്നിട്ടുണ്ട്. ഏതായാലും കർശനമായ നടപടി ഇക്കാര്യത്തിൽ നടക്കുന്നു. ഇന്നലെ തന്നെ ഈ ബേസ്മെന്റുകളിൽ ഇത്തരത്തിൽ സ്ഥാപനങ്ങൾ പ്രവർത്തിപ്പിക്കുന്നത് നിയമവിരുദ്ധമാണ് എന്നത് വ്യക്തമാണ്. അങ്ങനെ പ്രവർത്തിപ്പിച്ചിരുന്ന 13 സ്ഥാപനങ്ങൾ പൂട്ടി സീൽ വെച്ചിട്ടുണ്ട് മുനിസിപ്പൽ കോർപ്പറേഷൻ. വലിയ രൂപത്തിലുള്ള നടപടികളുമായി സംഭവത്തിന് പിന്നാലെ മുനിസിപ്പൽ കോർപ്പറേഷൻ, ദില്ലി പോലീസും നടപടികൾ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. മലയാളി യുവാവ് മരിച്ചിരുന്നു, നെവിൻ ഡാൽവിന്റെ മൃതദേഹം ഇന്ന് വീട്ടുകാർക്ക് കൈമാറിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾ എത്തിയിരുന്നു ദില്ലിയിലേക്ക്. ബന്ധുക്കൾക്ക് കൈമാറി എംബാം ചെയ്ത ശേഷം ഇന്ന് വൈകുന്നേരം രാത്രി 8:25 ഇൻഡിഗോ വിമാനത്തിൽ തിരുവനന്തപുരത്തേക്കുള്ള ഇൻഡിഗോ വിമാനത്തിൽ കൊണ്ടുപോകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. നാളെയായിരിക്കും സംസ്കാരം എന്നും അറിയുന്നു. ശരി, ആദിൽ പാലോടാണ് ദില്ലിയിൽ നിന്നും ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത്.